exploring women in Christ. ഹല്ലേലൂയ. ഷെക്കന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശ്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ പൂർവ്വ പിതാവായ ഇസഹാക്കിന്റെ ഭാര്യ റബേക്കയെ കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു അവളുടെ ജീവിതം എല്ലാം കൊണ്ടും വളരെ ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു അനുഭവമായിരുന്നു. ആദ്യമേ തന്നെ നമ്മൾ അവളെ കണ്ടുമുട്ടുമ്പോൾ കർത്താവിന്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുന്ന, മറ്റൊരു എക്സ്ക്യൂസും പറയാതെ കർത്താവിന്റെ ആ ഒരു നയിപ്പിനനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരുവളായിട്ടാണ് നമ്മൾ കണ്ടത്. തുടർന്ന് ഒരു കുടുംബത്തിൽ എല്ലാ രീതിയിലും ഒരു ഉത്തമ മാതൃകയായിട്ട് അവൾ നിൽക്കുകയാണ്. തന്റെ ഭർത്താവിന് ആശ്വാസം നൽകുന്ന, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ കുറിച്ചുള്ള ദൈവഹിതം പ്രാർത്ഥിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന ഒരമ്മ. അങ്ങനെ റബേക്ക ആ കുടുംബത്തിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായി കർത്താവിനോട് ചേർന്ന് അവൾ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങളിൽ 127 സങ്കീർത്തനം 1 തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഈ ഒരു തിരുവചനം ഒരു കുടുംബത്തെ സംബന്ധിച്ചും അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. കർത്താവ് ആ ഒരു കുടുംബം പണിയുന്നില്ലെങ്കിൽ ആ ഒരു അപ്പനും അമ്മയും കുടുംബാംഗങ്ങളും എത്രമാത്രം ശ്രേഷ്ഠരായിക്കൊള്ളട്ടെ, കഴിവുള്ളവരായിക്കൊള്ളട്ടെ, മഹിമകൾ ഉള്ളവരായിക്കൊള്ളട്ടെ, കർത്താവ് ആ കുടുംബത്തിൽ ഇല്ലെങ്കിൽ, കർത്താവല്ല ആ കുടുംബം പണിയുന്നതെങ്കിൽ ആ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണെന്ന തിരുവചനം പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടു റബേക്കായുടെ കുടുംബത്തിൽ ഇസഹാക്കും റബേക്കയും എല്ലാം കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച്, കർത്താവിൽ നിന്നും ആലോചന സ്വീകരിച്ച് കർത്താവ് പണിയുന്ന ഒരു കുടുംബമായിട്ട് ആ കുടുംബത്തെ നമ്മൾ കാണുന്നത്. കർത്താവ് പണിയുന്ന ഒരു കുടുംബം അത് ഉയരുക തന്നെ ചെയ്യുമെന്ന് ഈ കുടുംബം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവ് ആ കുടുംബം പണിയുന്ന കാലത്തോളം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഞങ്ങളുടെ കുടുംബങ്ങളെ പണിയണമേ പരിശുദ്ധാത്മാവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുവാനുള്ള മനസ്സ് തുറവി, ഹൃദയ തുറവി നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആ ഒരു കറക്ഷൻസ് കിട്ടുമ്പോൾ അത് ശരിയാക്കുവാനുള്ള, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള കൃപ നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആത്മനദിയായി ഞങ്ങളിലേക്ക് ഒഴുകി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ റൂഹായേ എന്നിൽ അഗ്നിയായി കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ റൂഹായേ എന്നിൽ അഗ്നിയായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ. കാർമൽ മലയിൽ ഇറങ്ങിയ പോലന്ന് സിയോനിൽ ഇറങ്ങിയ പോൽ, അന്ന് കാർമൽ മലയിൽ ഇറങ്ങിയ പോലന്ന് സിയോനിൽ ഇറങ്ങിയ പോൽ, അഗ്നിയായ അഭിഷേകമായി എന്നിൽ കത്തി പടരുവാത്മാവേ. അഗ്നിയായ അഭിഷേകമായി എന്നിൽ കത്തി പടരുവാത്മാവേ. അഗ്നിയായ അഭിഷേകമായി എന്നിൽ കത്തി പടരുവാത്മാവേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അഗ്നിയായി അഭിഷേകമായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. അങ്ങേക്ക് സാക്ഷ്യം നൽകുന്നവരായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകൾ പാലിക്കുന്നവരായി മാറുവാൻ, കർത്താവിനോട് ചേർന്ന് ഭവനം പണിയുന്നവരായി മാറുവാൻ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിൻ നിഴലിൽ പോലും സൗഖ്യം നൽകിയൊരാത്മാവേ. പൗലോസിൻ തൂവാലയിൽ പോലും വിടുതലൊരുക്കിയൊരാത്മാവേ. പത്രോസിൻ നിഴലിൽ പോലും സൗഖ്യം നൽകിയൊരാത്മാവേ. കടന്നു വരണമേ. തൂവാലയിൽ പോലും
വിടുതലൊരുക്കിയൊരാത്മാവേ, നിന്റെ പരിശുദ്ധാത്മാവേ വിടുതലും നിന്റെ സൗഖ്യവും എന്നിൽ ഒഴുക്കണേ ആത്മാവേ, നിന്റെ വിടുതലും നിന്റെ സൗഖ്യവും എന്നിൽ ഒഴുക്കണേ ആത്മാവേ. പരിശുദ്ധാത്മാവേ വരണമേ. അഗ്നിയായ അഭിഷേകമായി എന്നിൽ കത്തി പടരൂ ആത്മാവേ, ആമേൻ ആമേൻ. അഗ്നിയായ അഭിഷേകമായി എന്നിൽ കത്തി പടരൂ ആത്മാവേ, ഹല്ലേലൂയ. അഗ്നിയായ അഭിഷേകമായി എന്നിൽ കത്തി പടരൂ ആത്മാവേ, പരിശുദ്ധാത്മാവേ. കത്തി പടരൂ ആത്മാവേ, ഹല്ലേലൂയ. കത്തി പടരൂ ആത്മാവേ, ഹല്ലേലൂയ. കത്തി പടരൂ ആത്മാവേ. പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങളിൽ കത്തി പടരണമേ, അഭിഷേകമായി വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങൾ ഓരോരുത്തരിലും നിറഞ്ഞ് കവിയണമേ ആത്മാവേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ കവിയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കൃപ കർത്താവിൽ പരിപൂർണമായിട്ടും ആശ്രയിച്ച് കർത്താവിന് ഒന്നാം സ്ഥാനം നൽകി കർത്താവ് പണിതുയർത്തുന്നവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഔസേപ്പ് പിതാവേ, ഈ ഒരു വചനത്തിന് അനുസൃതമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ പണിയുന്ന, കർത്താവ് പണിയുന്ന കുടുംബങ്ങളായി മാറുവാൻ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ റബ്ബേക്കയുടെ ജീവിതത്തിലൂടെയുള്ള കർത്താവിൻ്റെ ആഹ്വാനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ കണ്ടു, റബ്ബേക്കയ്ക്ക് നല്ലൊരു തുടക്കമാണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ എല്ലാം കൊണ്ടും കർത്താവിനോട് ചേർന്ന് പോകുന്ന ഒരു ജീവിതമായിട്ടാണ് അവളെ നമ്മൾ കാണുന്നത്. എന്നാൽ നല്ല ഒരു തുടക്കം ലഭിച്ചു എന്ന് വെച്ച് ഒരിക്കലും നന്നായി തുടരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എപ്പോഴും നിരന്തരമായ പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നല്ലൊരു തുടക്കം ലഭിച്ചാൽ അതിൽ തന്നെ നമ്മൾ തുടർന്നു പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ തിരുവചനത്തിൽ കണ്ടു, റബ്ബേക്ക കർത്താവിൽ നിന്നും ആ ഒരു വാഗ്ദാനത്തെ, മക്കൾ എന്ന വലിയ വാഗ്ദാനത്തെ പ്രാപിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവരെ കുറിച്ചുള്ള വെളിപാടുകൾ അമ്മ എന്ന നിലയിൽ കർത്താവ് റബ്ബേക്കയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 24-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്? അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. അങ്ങനെ അവൾക്ക് മാസം തികഞ്ഞു, അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. റബ്ബേക്ക 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയാണ്. തുടർന്ന് 27-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കുട്ടികൾ വളർന്നു വന്നു. ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി. യാക്കോബ് ശാന്തനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. ഇവിടെ ഇസഹാക്കിനും റബ്ബേക്കയ്ക്കും കർത്താവ് 2 കുഞ്ഞുങ്ങളെ നൽകുകയാണ്. നമുക്കൊക്കെ അറിയാം, മൂത്തവൻ ഏസാവ്, രണ്ടാമൻ യാക്കോബ്. ഇവിടെ ഏസാവും യാക്കോബും സ്വഭാവം കൊണ്ട് തികച്ചും വ്യത്യസ്തരായിരുന്നു. സ്വഭാവം കൊണ്ട് തന്നെയല്ല, രൂപം കൊണ്ടും അവർ തികച്ചും വ്യത്യസ്തരായിരുന്നു. എന്നാൽ അവരുടെ വ്യത്യസ്തത മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത. തൊട്ടടുത്ത വാക്യത്തിൽ തിരുവചനം നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ഡിവിഷൻ കടന്നു വരികയാണ്. അപ്പനും അമ്മയ്ക്കും ഓരോ ഫേവറേറ്റുകൾ ഉണ്ടാവുകയാണ്.
നായാട്ടുകാരനും കൃഷിക്കാരനും ഒക്കെ ആയിരുന്ന ഏസാവ് രുചികരമായ ഭക്ഷണം കൊണ്ടുവരും എന്നതിനാൽ ഇസഹാക്കിന് ഏസാവിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ കൂടാരത്തിൽ തന്നെ വസിച്ചിരുന്ന ശാന്തനായിരുന്ന യാക്കോബിനെയായിരുന്നു അമ്മ റബേക്കയ്ക്ക് ഇഷ്ടം. അത് മാത്രമല്ല, റബേക്കയ്ക്ക് കർത്താവ് കൊടുത്ത ഒരു അരുളപ്പാടുണ്ടായിരുന്നു. കർത്താവ് അവൾക്ക് ഇവരുടെ ഭാവിയെ കുറിച്ചുള്ള പൂർണ്ണ വിവരം പറഞ്ഞു കൊടുത്തിരുന്നു. 25-ാം അധ്യായം അവിടെ 23-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ റബേക്കയോട് പറഞ്ഞിരുന്നത്? കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്നും പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. ഈ ഒരു പ്രോഫസി, കർത്താവ് നൽകിയ ഈ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ് റബേക്കയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കൂടി ആയിരിക്കാം റബേക്കയ്ക്ക് ഇളയവനായ യാക്കോബിനോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. ഇവിടെ ഇതുവരെ കർത്താവ് പണിതുയർത്തി നന്നായി കൊണ്ടുപോയിരുന്ന ആ ഒരു കുടുംബത്തിൽ പതുക്കെ സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ്, ഡിവിഷൻ ഉണ്ടാവുകയാണ്. അപ്പനായ ഇസഹാക്കും ഏസാവും അവർ ഒരു സെറ്റ്, അമ്മയായ റബേക്കയും യാക്കോബും അവർ മറ്റൊരു സെറ്റ്. അങ്ങനെ ആ കുടുംബത്തിൽ ഡിവിഷൻ ഉണ്ടാവുകയാ, പക്ഷപാതം ഉണ്ടാവുകയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ പരിണിത ഫലമായി ആ ഭവനത്തിൽ ഒത്തിരിയേറെ കൂടുതൽ വളരെയേറെ മിസ്റ്റേക്കുകളിലേക്ക് കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു പക്ഷപാതത്തെ കുറിച്ചാണ്. കുടുംബത്തിലായാലും സഹോദരങ്ങളുടെ ഇടയിലായാലും എല്ലാം ഇതുപോലെ പക്ഷപാതം കാണിക്കുന്നത്, പാർഷ്യാലിറ്റി കാണിക്കുന്നതിനെതിരെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഇവിടെ റബേക്കയുടെയും ഇസഹാക്കിന്റെയും ഈ ഒരു പക്ഷപാതം കാണിക്കല് കാരണം ആ കുടുംബം വലിയൊരു തകർച്ചയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പക്ഷപാതത്തെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നേ? നമ്മുടെ കർത്താവിന്റെ സ്വഭാവം എന്താണെന്ന് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. തിരുവചനം എന്താ പറയുന്നത്? എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. കർത്താവ് ഇവിടെ എടുത്തു പറയുന്ന കാര്യം എന്താ? കർത്താവിന് മുഖം നോട്ടമില്ല. ആരും തമ്മിൽ വേർതിരിച്ച് കാണുന്ന സ്വഭാവം നമ്മുടെ കർത്താവിനില്ല. വളരെ ഭീതിതനായ ദൈവങ്ങളുടെ ദൈവമായ സർവശക്തനായ ദൈവത്തെക്കുറിച്ചാ ഈ പറയുന്നത്. മുഖം നോക്കാത്തവനാണ് നമ്മുടെ കർത്താവെന്ന്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പസ്തോലനും ഇക്കാര്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2-ാം അധ്യായം 11-ാം തിരുവാക്യത്തിൽ എന്താണ് അപ്പസ്തോലൻ നമുക്ക് ആഹ്വാനം നൽകുന്നത്? എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല. കർത്താവിന് ആരോടും പ്രത്യേകമായ ഒരു മമതയില്ല. മുഖം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവെന്ന തിരുവചനം പറയുന്നേ. കർത്താവിന്റെ ആ ഒരു സ്വഭാവം തന്നെയാണ് കർത്താവിന്റെ മക്കളായ നാം ഓരോരുത്തരിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചും ഒത്തിരിയേറെ പ്രബോധനങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് സുഭാഷിത പുസ്തകങ്ങളിലേക്ക് കടന്നു വരാം. അവിടെ 28-ാം അധ്യായം 21-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് എന്താ തിരുവചനം നമ്മോട് പറയുന്നത്? പക്ഷപാതം നന്നല്ല. പക്ഷപാതം നന്നല്ല. പാർഷ്യാലിറ്റി അത് ഒരിക്കലും നല്ലതിനായി തീരുകയില്ല എന്ന പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അവിടെ 2-ാം അധ്യായം 1-ാം തിരുവാക്യത്തിൽ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് എന്താ നമുക്ക് പ്രബോധനം നൽകുന്നത്? എന്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളും പക്ഷപാതം കാണിക്കരുതെന്ന് വ്യക്തമായിട്ട് യാക്കോബ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാ. ഇത് സഹോദരങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. അപ്പോൾ കുടുംബത്തിൽ പറയാനുണ്ടോ? പക്ഷപാതം കാണിക്കുന്നത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് തരികയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്.
വീണ്ടും 9-ാം തിരുവാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു, നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. നിസ്സാരമായിട്ട് പക്ഷപാതം കാണിക്കരുതെന്ന് പറഞ്ഞു നിർത്തുകയല്ല ചെയ്യുന്നത്. കൃത്യമായി ശ്ലീഹ എടുത്തു പറയുകയാ, പക്ഷപാതം കാണിക്കുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു, കുറ്റക്കാരായി നിങ്ങൾ വിധിക്കപ്പെടുമെന്ന തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പാർഷ്യാലിറ്റി കാണിക്കുന്നതിന്റെ, ഫേവറിറ്റിസം കാണിക്കുന്നതിന്റെ വലിയ അപകടമാണ് ഇന്ന് റബേക്കയിലൂടെ, ഇസഹാക്കിലൂടെ, ഈ കണ്ട തിരുവചനങ്ങളിലൂടെ എല്ലാം കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. കർത്താവിന്റെ മുന്നറിയിപ്പുകളെ വേണ്ട രീതിയിൽ നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പക്ഷപാതം കാണിക്കുന്നതിനെ, ഒരാളെ മറ്റൊരാളിൽ നിന്ന് വേർതിരിച്ച് കണ്ട് ആ രീതിയിൽ അവരോട് പെരുമാറുന്നതിനെ, മുഖം നോട്ടത്തോടെയുള്ള നമ്മുടെ പെരുമാറ്റം, ഇതിനെയെല്ലാം കർത്താവ് നിശ്ചിതമായി വിമർശിക്കുകയാ ചെയ്യുന്നേ. നിങ്ങൾ പാപം ചെയ്യുന്നു എന്നാ തിരുവചനം പറയുന്നത്. ഇപ്രകാരം പക്ഷപാതം കാണിക്കുമ്പോൾ കുടുംബങ്ങളിൽ വരുന്ന ഭവിഷ്യത്തുകൾ, വിപത്തുകൾ എന്താണെന്ന് പലരിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് യാക്കോബിനെ തന്നെ എടുക്കാം, പൂർവ്വ യാക്കോബിനെ. നമ്മൾ കണ്ടു, ഇസഹാക്കിന്റെയും റബേക്കയുടെയും മകനായിരുന്നു യാക്കോബ്. റബേക്കയുടെ ഫേവറേറ്റ് ചൈൽഡ് ആയിരുന്നു യാക്കോബ്. എന്നാൽ യാക്കോബും ഇതേ അപകടം തന്റെ ജീവിതത്തിൽ തുടർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 3-4 തിരുവാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ യാക്കോബിന് കർത്താവ് കൊടുത്ത പുതിയ പേരാണ് ഇസ്രായേൽ. യാക്കോബ് അവന്റെ മകനായ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. തിരുവചനം എടുത്തു പറയുകയാണ്, യാക്കോബ് തന്റെ മകനായ ജോസഫിനെ മറ്റെല്ലാ മക്കളെയുംക്കാൾ അധികമായി സ്നേഹിച്ചിരുന്നു എന്ന്. ബാക്കി 11 പേരെക്കാൾ അധികമായി യാക്കോബ് ജോസഫിനെ സ്നേഹിച്ചിരുന്നു. അവിടെ യാക്കോബിന് ഒരു ഫേവറിറ്റിസം ഉണ്ടാവുകയാണ്. എന്നാൽ ഇതിലൂടെ വന്ന അപകടം എന്താണെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ തിരുവചനം എഴുതി വെച്ചിട്ടുണ്ട്. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ കുടുംബത്തിൽ ഭിന്നത വരുവാനുള്ള ഏക കാരണം എന്തായിരുന്നു? പിതാവിന് ജോസഫിനോട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇഷ്ടമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ, എന്ന് കണ്ടപ്പോൾ മറ്റു സഹോദരന്മാർ ജോസഫിനെ വെറുക്കുകയാണ്. അവനോട് സൗമ്യമായി പെരുമാറാൻ പോലും അവർക്കൊന്നും സാധിച്ചില്ല. അത്രമാത്രം വലിയൊരു ഭിന്നത, വലിയൊരു ദേഷ്യം സഹോദരങ്ങൾക്കിടയിൽ രൂപപ്പെടുകയാണ്. കാരണം എന്താ? അപ്പന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പാർഷ്യാലിറ്റി, അപ്പൻ കാണിച്ച ആ ഒരു പക്ഷപാതം ആ കുടുംബത്തിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായി തീരുന്നതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. ആ ഒരു ദേഷ്യത്തിൽ നിന്ന് തന്നെയാണ് അവർ ജോസഫിനെ അടിമയായി വിൽക്കുന്നതും കൂടുതൽ കൂടുതൽ കഷ്ടപ്പാടുകളിലൂടെ ജോസഫ് കടന്നു പോകേണ്ടതായി വരുന്നതും. എന്നാൽ സർവാധിപനായ കർത്താവ് തന്റെ ഹിതം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിന് മനുഷ്യരുടെ പക്ഷപാതമായിക്കൊള്ളട്ടെ, മറ്റെന്തായിക്കൊള്ളട്ടെ, ഒന്നും ഒരു തടസ്സമല്ല. എന്നാൽ പക്ഷപാതത്തിലൂടെ, ആ ഒരു ഭിന്നതയിലൂടെ കുടുംബത്ത് സംഭവിക്കുന്ന ദോഷങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഇസഹാക്കും റബേക്കയും പക്ഷപാതം കാണിച്ചപ്പോൾ ആ കുടുംബം പതിയെ പതിയെ തകർന്നു പോകുന്നതായിട്ട്, അവരൊരു ഭിന്നതയിലേക്ക് വേറിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ യാക്കോബിനെ സംബന്ധിച്ചാണെങ്കിലും എന്താ സംഭവിക്കുന്നേ? ജോസഫിനെ മറ്റ് സഹോദരന്മാർ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി അവനെ ഒരു അടിമയായിട്ട് തന്റെ പിതൃഭവനത്തിൽ നിന്ന് ദൂരേക്ക് അയക്കുകയാം. തന്റെ അപ്പൻ, തങ്ങളുടെ അപ്പൻ കാണിച്ച ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, സ്പെഷ്യൽ ആ ഒരു ഇഷ്ടം, അതായിരുന്നു ആ ഭിന്നതയുടെ, ആ വെറുപ്പിന്റെ എല്ലാം ആകെ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു വലിയ വിപത്ത് വരാതിരിക്കാന് ഇന്ന് കർത്താവ് നമുക്ക് ഈ ആഹ്വാനം നൽകുന്നത്. പക്ഷപാതം കാണിക്കുമ്പോൾ, പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ, ഫേവറിറ്റിസം കാണിക്കുമ്പോൾ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാ. നമ്മുടെ കുടുംബങ്ങൾക്ക് അതൊരിക്കലും നന്മയായി ഭവിക്കുകയില്ല. തീർച്ചയായിട്ടും കുടുംബത്തിനുള്ളിൽ തന്നെ അതൊരു ഭിന്നതയ്ക്ക് കാരണമായി തീരുകയാണ്. വീണ്ടും നമുക്ക് കാണാം ദാവീദ് രാജാവിന്റെ കുടുംബത്തെ കുറിച്ച്.
ദാവീദിന് കുറെ മക്കളുണ്ടായിരുന്നു. അമ്നോൻ, അബ്സലോം, സോളമൻ, കിലയാബ്, അദോണിയ, അങ്ങനെ കുറെ മക്കളുണ്ടായിരുന്നു. എന്നാൽ ഇവരെ എല്ലാം വെച്ചിട്ട് ദാവീദിന് പ്രത്യേകമായ ഒരു ഇഷ്ടം അബ്സലോമിനോടുണ്ടായിരുന്നു. അബ്സലോം വലിയ വലിയ ഗൗരവമേറിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, തന്റെ സഹോദരനെ കൊല്ലുന്നത് വരെയുണ്ട്. എന്നാൽ അതിനൊക്കെ ശിക്ഷ നൽകുമ്പോഴും ദാവീദിന്റെ ഹൃദയം അവന് വേണ്ടി തേങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവനെ വീണ്ടും ആ ശിക്ഷയിൽ നിന്ന് മടക്കി വരുത്തി അവന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അബ്സലോമിനോട് ഇതുപോലെ പക്ഷപാതം കാണിച്ച് ദാവീദ് പെരുമാറിയപ്പോൾ വലിയൊരു വിപത്താണ് പിന്നീട് നമ്മൾ കാണുന്നത്. അബ്സലോം വലിയൊരു വിപ്ലവകാരിയായിട്ട് മാറുകയാണ്. തന്റെ തെറ്റിനെ അപ്പൻ തിരുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അബ്സലോം തന്നെ ദാവീദിന്റെ ആ ഒരു രാജ്യത്തിന് നേരെ, അദ്ദേഹത്തിന്റെ കിങ്ഡത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മകനായിട്ട് അബ്സലോം മാറുകയാ. ഒരിക്കലും പക്ഷപാതം കാണിച്ചിട്ട് നമ്മുടെ മക്കളെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല പ്രിയമുള്ളവരെ. അവരെ നമ്മിൽ നിന്ന് അകറ്റുകയാ ചെയ്യുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു, പക്ഷപാതം കാണിക്കുന്നത് പാപമാണെന്ന്, അത് നിയമത്തിന് മുൻപിൽ കുറ്റകരമാണെന്ന് തിരുവചനം പറയുകയാ. ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. 25-ാം അധ്യായം 28-ാം തിരുവാക്യം ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റെബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഇവിടെ റെബേക്കയുടെ പ്രത്യേക സ്നേഹം മൂലം തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് കടന്നു പോകുന്നതായിട്ടാ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും, അവൾ ഒന്നിനു പുറകെ ഒന്നായി മറ്റു തെറ്റുകളിലേക്ക് കടന്നു പോവുകയാണ്. തുടക്കം വളരെ നന്നായിരുന്നു. റെബേക്ക വളരെ നല്ല ഒരു ദൈവ പൈതലായിട്ടാ ആരംഭിച്ചത്. എന്നാൽ ഈ ഒരു തെറ്റിൽ നിന്ന് വീണ്ടും അടുത്ത തെറ്റിലേക്ക്, അങ്ങനെ അവൾ പതിയെ പിന്മാറുന്ന ഒരു രംഗത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, പക്ഷപാതം ഒരിക്കലും നല്ലതിനായി തീരുകയില്ല. യാക്കോബ് ശ്ലീഹ നമുക്ക് നൽകിയ ആഹ്വാനം നമുക്ക് ഓർമ്മയിൽ വെക്കാം. പക്ഷപാതം ചെയ്യുന്നവൻ പാപമാണ് ചെയ്യുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ നിന്ന് പിന്മാറാൻ കർത്താവിന്റെ ആഹ്വാനം വളരെ ശക്തമായിട്ട് നൽകുകയാണ്. സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയമുള്ളവരെ. 19-ാം സങ്കീർത്തനം, അവിടെ 12-ാം വാക്യത്തിന്റെ അവസാനവും 13-ാം വാക്യത്തിന്റെ ആരംഭവും ചേർത്ത് ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. പക്ഷപാതം പോലെയുള്ള തെറ്റുകളിൽ നിന്ന് നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വചനം നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കൈകളിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇപ്രകാരമാണ് തിരുവചനം പറയുന്നത്. വചനം നമുക്ക് ഏറ്റു പറയാം. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പക്ഷപാതത്തിന് നമ്മൾ അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പല സ്വഭാവങ്ങൾ കാണുമ്പോൾ, പല പ്രകൃതങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും പാർഷ്യാലിറ്റി തോന്നാം, പലരോടും സ്പെഷ്യൽ സ്നേഹം തോന്നാം. എന്നാൽ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നത്. കർത്താവിന്റെ മുൻപിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അറിയാതെ പറ്റുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ, ബോധപൂർവം ചെയ്യുന്ന വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുൻപിൽ ഈ ഒരു ആത്മഭാരത്തോടെ നമുക്കായിരിക്കാം. നമ്മുടെ ബലഹീനതകളെ കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. ബലഹീനതകളിൽ ബലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കുറവുകളിലാണ്, നമ്മുടെ ബലഹീനതകളിലാണ് കർത്താവിന്റെ ശക്തി പ്രകടമാകുന്നത്. നമ്മെ തന്നെ നമുക്ക് കർത്താവിനെ സമർപ്പിച്ച് വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് അനുതപിച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിലേക്ക് അങ്ങയുടെ കൃപയെ പകരണമേ. ബലഹീനതകളിലേക്ക് അങ്ങയുടെ കൃപയെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. പറയുന്നു ഈശോ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാൽ അനുദിനവും. കൃപയാൽ അനുദിനവും
അനുദിനവും. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ബലഹീനതകൾ വഴി വന്നുപോയി എല്ലാ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയെ പകരണമേ, കൃപയിൽ വഴി നടത്തണമേ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ മാത്രം മതി. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. ഹല്ലേലൂയ. നിന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. ആമേൻ. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കർത്താവേ, അങ്ങയുടെ കൃപ മാത്രം മതി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഏറ്റുപറയുന്നു ഈശോയെ, കൃപയാൽ അനുദിനവും. കൃപ മാത്രം മതി. കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൃപ മാത്രം മതി. കർത്താവേ, ഞങ്ങളുടെ വീഴ്ചകളിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് അങ്ങയുടെ കൃപയെ പകരണമേ. അങ്ങയുടെ കൃപ മാത്രം മതി. ബലഹീനതകളിൽ ശക്തിയായി മാറുന്ന അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റെബേക്ക നമുക്ക് കാണിച്ചു തന്നു പക്ഷപാതം കാണിക്കുന്നത് ഒരിക്കലും നന്നല്ല എന്ന്. നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരിക്കലും നല്ലതിലേക്ക് അത് നയിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിച്ചു. കർത്താവിൻ്റെ ആഹ്വാനം നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളിൽ ബലമായി മാറുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കർത്താവിൻ്റെ കൃപ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. യേശു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.